ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഏതൊരു ട്രാവലറിൻ്റെയും ബക്കറ്റ് ലിസ്റ്റിൽ കാണും ലക്ഷദ്വീപ് എന്ന സ്വപ്നം. അങ്ങനെ എൻ്റെയും ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തൊരു കാര്യമായിരുന്നു അറ്റ്ലീസ്റ്റ് വൺ സൈഡ് ഷിപ്പിൽ ട്രാവൽ ചെയ്യുന്നുള്ളത്. ബിക്കോസ് ഞാൻ ലൈഫിൽ ഇതുവരെ ഷിപ്പിൽ ട്രാവൽ ചെയ്തിട്ടില്ല. സോ ഈ ഒരു ഷിപ്പിൻ്റെ ഡേറ്റിനനുസരിച്ചിട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ഫ്ലൈറ്റ് എടുത്തതും ലീവ് അപ്ലൈ ചെയ്തതും ട്രാവൽ ഡേറ്റ് ഫിക്സ് ചെയ്തതൊക്കെ. അഗത്തി ദ്വീപ് ടു കൊച്ചിയാണ് ഞാൻ ഈ ഒരു ഷിപ്പിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. MV കോറൽസ് എന്ന് പറഞ്ഞൊരു ഷിപ്പിലായിരുന്നു. ആൻഡ് ഞാൻ ഈ ടാറ്റ കൊടുക്കുന്ന വേറെ ആർക്കുമല്ല, അഗത്തി ദ്വീപിനാണ്. എനിക്കെന്തോ ആരേക്ക് വിട്ടിട്ട് വരുന്ന പോലെ ഒരു ഫീലായിരുന്നു. ചെറുപ്പത്തിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവില്ലേ, അപ്പോൾ ഏകദേശം അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വിഷമത്തിൽ ഞാൻ ഇങ്ങനെ ആഴക്കടലിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു. രാവിലെ 11 മണിക്ക് എത്തേണ്ട ഷിപ്പ് അഗത്തി ദ്വീപിൽ എത്തിയത് രാത്രി 8 മണിക്കായിരുന്നു. ആൻഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് 9 o'clock. സോ നിങ്ങൾ ഷിപ്പിൽ ട്രാവൽ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ഡേ എക്സ്ട്രാ പ്ലാൻ ചെയ്യുക. ബിക്കോസ് വെതർ വേവ്സൊക്കെ അനുസരിച്ച് ഷിപ്പിൻ്റെ ടൈമിങ് ചേഞ്ച് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഞാൻ ഷിപ്പിലെ കിച്ചണിൽ പോയി ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് കിടന്നു. സോ നമ്മുടെ അടുത്ത ലക്ഷ്യം സൺറൈസ് കാണുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അലാം വെച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അതൊട്ടും നഷ്ടമായില്ല, കാരണം ഒരു അടിപൊളി വ്യൂ ആയിരുന്നു. ഒരുപാട് തവണ ബീച്ചിൽ നിന്നുള്ളൊരു സൺറൈസ് കണ്ടിട്ടുണ്ടെങ്കിലും ചുറ്റും കടലായി അതിന് നടുക്ക് നിന്ന് സൺറൈസ് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഫീൽ തന്നെയാണ്. ആൻഡ് ആസ് യൂഷ്വൽ ഇതൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടാലേ എനിക്കൊരു മനസ്സമാധാനമുള്ളൂ. സോ ഞാൻ വിൻ കിസസ് ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് അല്ല, ബട്ട് ഷിപ്പിൽ 2 കിച്ചണുണ്ട്. 2 കിച്ചണിലും വേറെ വേറെ ഫുഡായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം. ആൻഡ് ഈ ഒരു സീ വ്യൂ ഒക്കെ കണ്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. ഞാൻ ഉപ്പുമാവായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഓക്കെ ടേസ്റ്റായിരുന്നു. ദെൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ സ്കിൻ നന്നായിട്ട് വെയിൽ കൊണ്ട് ടാൻ ആയിട്ടുണ്ട്. ആ ലക്ഷദ്വീപിലുള്ള ഒരു വെയിൽ പോലും പുറത്ത് പോയിട്ടില്ല, എല്ലാതും ഞാൻ നടന്നു കൊണ്ടിട്ടുണ്ട്. ബട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്താലും ഞാൻ ഹാപ്പിയാണ്. അതിനുശേഷം വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ഞാൻ ഷിപ്പിൻ്റെ ടെറസിലോട്ട് പോയി, അഥവാ ബോട്ട് ഡെക്ക്. ഇവിടെ നിന്ന് ഈ കാറ്റൊക്കെ കൊണ്ട് ഷിപ്പ് മൂവ് ആവുന്നത് കാണാൻ നല്ല രസമാണ്. ഷിപ്പ് സ്റ്റാർട്ടായ ഒരു 5 മിനിറ്റ്സിൽ തന്നെ നമ്മുടെ ടോട്ടൽ റേഞ്ച് പോവും. സോ നെറ്റ്വർക്കോ കോളിങ്ങോ ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്ന സ്റ്റേ. ഇതിനെ ബങ്ക് ക്ലാസ് എന്നാണ് പറയാം. നമ്മൾ ട്രെയിനിലൊക്കെ സ്ലീപ്പർ ടിക്കറ്റ്സ് എടുക്കുന്ന പോലെയുള്ളൊരു സീറ്റ്സാണ്. ആൻഡ് ഈ വഴിയിലൊക്കെ ക്യാമറ ഉണ്ട്, ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സേഫ്റ്റി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആൻഡ് സ്റ്റേ ആയിരുന്നു. ദെൻ ലഞ്ച് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, ഇതായിരുന്നു നമ്മുടെ പ്രധാന പരിപാടി. ആൻഡ് ഇവിടെ വെജ് ആൻഡ് നോൺ വെജ് ലഞ്ചസ് അവൈലബിൾ ആണ്. ഞാൻ നോൺ വെജ് ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ചേട്ടനെ കണ്ടു താടി വെച്ചത്, ആളായിരുന്നു ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആളുടെ അടുത്ത് ഞാൻ 2 ചിക്കൻ പീസ് വേണമെന്ന് പറഞ്ഞിട്ട് 2 പീസ് തന്നാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു ഈ ഫുഡ് കഴിച്ചിട്ട് നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ കണ്ണീര് തുടച്ച് ഞാൻ കഷ്ടപ്പെട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം എ സ്ലോ ഈറ്റർ. അപ്പോൾ ഇവരൊക്കെ എന്നെ ഫുഡ് കഴിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാവം ചേട്ടൻ ചോദിച്ചപ്പോൾ തന്നെ ഒരു പീസും കൂടെ തന്നു, പക്ഷെ മൊത്തം കഴിക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് ഷിപ്പിലെ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതൊക്കെ ചീഫ് ഓഫീസേഴ്സ് ആൻഡ് റേഡിയോ ഓഫീസേഴ്സിൻ്റെയൊക്കെ ക്യാബിൻസ് ആണ്. ആക്ച്വലി ഇങ്ങോട്ട് യാത്രക്കാർക്ക് പ്രവേശനമില്ല, പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. ബട്ട് എനിക്ക് പരിചയമുള്ളൊരു ചേട്ടനുണ്ടായിരുന്നു, ആൾ ഓൾറെഡി ഈ ഒരു ഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന ഗൈഡിൻ്റെ ഫ്രണ്ടാണ്, അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ആളുടെ ഒരു ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തതും ഇങ്ങോട്ട് കയറിയതും. സോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ, കാരണം നോർമലി ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ടൊന്നും അലൗഡ് അല്ല, കയറാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ ആളെ പരിചയപ്പെട്ടതുകൊണ്ട് ഈ ഒരു വീഡിയോസ് എടുക്കാനും നിങ്ങളെ കാണിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ഞാനിതൊക്കെ മൂവീസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ക്യാപ്റ്റൻ്റെ ആ ഒരു ക്യാബിൻ ആൻഡ് അവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ. ലക്ഷദ്വീപ് ടു കൊച്ചി, കൊച്ചി ടു ലക്ഷദ്വീപ് കറൻ്റ്ലി 2 ഷിപ്പാണ് വർക്കിംഗ് ആയിട്ടുള്ളൂ, MV കോറൽസ് ആൻഡ് MV ലഗൂൺ. നോർമലി ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റിൽ തന്നെയാണ് കേട്ടോ ഷിപ്പിലെ വർക്കേഴ്സിന് ഷിഫ്റ്റും വരുന്നത്. ഇവിടെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്, ക്യാപ്റ്റൻ ആണെങ്കിലും റേഡിയോ ഓഫീസേഴ്സ് ആൻഡ് വെൽഫെയർ ഓഫീസേഴ്സ് ആൻഡ് കുക്ക്, ഡോക്ടേഴ്സ്, അവർക്കൊക്കെ ഷിഫ്റ്റിലാണ് വർക്ക് വരുന്നത്.
നിങ്ങൾ ലക്ഷദ്വീപിലേക്കോ തിരിച്ച് കൊച്ചിയിലേക്കോ ഷിപ്പിൽ ട്രാവൽ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഷിപ്പ് ബുക്ക് ചെയ്യേണ്ട സൈറ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം. lakeport.nic.in ഈ ഒരു സൈറ്റിലാണ് നിങ്ങൾക്ക് ഷിപ്പ് ബുക്ക് ചെയ്യാനും ഷിപ്പിൻ്റെ ടൈമിങ്, ഡേറ്റ്, എക്സാക്റ്റ് എത്തുന്ന ഡേറ്റ്, എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നത്. ഷിപ്പിൻ്റെ മുകളിൽ നിന്നും സൈഡിൽ നിന്നുള്ള വ്യൂ അല്ലാതെ ക്യാപ്റ്റൻ്റെ ക്യാബിനിൽ നിന്നിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ഷിപ്പ് കാണാനായിട്ട് നല്ല അടിപൊളി ഫീലായിരുന്നു കേട്ടോ. അതിൻ്റെ അവിടുത്തെ വർക്കേഴ്സ് ആണെങ്കിലും നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു, വീഡിയോ എടുക്കാനാണെങ്കിലും അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാനായിട്ടാണെങ്കിലും. ആൻഡ് ഞാൻ നടന്ന് ഒരു ബൈനോക്കുലർ കണ്ടു. അപ്പോൾ അത് എടുത്തോട്ടെ എന്ന് ചോദിച്ച് പെർമിഷനോട് കൂടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആൻഡ് ഇതിനകത്തൂടെ എനിക്ക് നോക്കാനായിട്ടൊന്നും അറിയില്ല, പക്ഷേ എങ്കിൽ കൂടി എനിക്ക് ആ ഒരു മൂവിയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. അതെ, സോപ്പ് തിന്നുന്ന പക്ഷികളും ഉണ്ടല്ലോ. ആഹാ, 1-2 കൊള്ളാം. സത്യം പറഞ്ഞ് ഇതിലൂടെ നോക്കിയിട്ട് എനിക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുകയായിരുന്നു. ലാക്രീഫ് എക്സ്പ്ലോസ് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് കേട്ടോ ഞാൻ ലക്ഷദ്വീപിലേക്ക് പോയത്. ഞാൻ അങ്ങോട്ട് പോയത് ഫ്ലൈറ്റിനാണ്, തിരിച്ചു വന്നത് ഷിപ്പിലാണ്. അപ്പോൾ 2 സൈഡിലേക്കുള്ള ടിക്കറ്റ് ബുക്കിങ്ങും അവിടുത്തെ സ്റ്റേയും ഫുഡും ലോക്കൽ ട്രാവലിങ്ങും ഒക്കെ ഇവർ തന്നെയാണ് അറേഞ്ച് ചെയ്തത്. സത്യം പറയാമല്ലോ, നല്ല കംഫർട്ടബിൾ സ്റ്റേ ആൻഡ് ഫുഡൊക്കെ ആയിരുന്നു. എനിക്ക് എവിടെ പോലും അവിടുത്തെ സ്പെഷ്യൽ ഫുഡ്സ് ട്രൈ ചെയ്യാനായിട്ട് നല്ല ആഗ്രഹമാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇവരുടെ അടുത്ത് കിലാഞ്ചി, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ഒരു 5 ദിവസം ഞാനുണ്ടായിരുന്നു. 5 ദിവസത്തിനിടയ്ക്ക് എനിക്ക് അവർ ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡ്സ് ട്രൈ ചെയ്യാനായിട്ട് തന്നു. അവരുടെ വീട്ടിലൊരു ഫാമിലി മെമ്പർ വന്ന പോലെയായിരുന്നു അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഫുഡൊക്കെ ഹോം മെയ്ഡ് ആയിരുന്നു. ആ ഒരു ഇക്കാടെ വീട്ടിൽ വെച്ചിട്ടുള്ള ഫുഡാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഏതെങ്കിലും പേജോ ആൾക്കാരോ വഴി പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് ഫേക്ക് പേജസും ഫേക്ക് പ്രൊമോഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂസൊക്കെ നോക്കി ഫൈനലൈസ് ചെയ്തിട്ട് മാത്രം ട്രാവൽ ചെയ്യുക. ഒരുമിച്ച് വരാമെന്ന് പറഞ്ഞ ഫ്രണ്ട്സൊക്കെ ലാസ്റ്റ് ടൈമിൽ ക്യാൻസൽ ആയതുകൊണ്ടാണ് ഈ ഒരു ലക്ഷദ്വീപ് സോളോ ട്രിപ്പായി മാറിയത്. പക്ഷേ എൻ്റെ ഓൺ കമ്പനി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ, നമ്മൾ എത്രമാത്രം ബോൾഡാണ്, നമുക്ക് എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഇതൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങളും ടൈമൊക്കെ കിട്ടുമ്പോൾ ഒരു സോളോ ട്രിപ്പൊക്കെ അടിക്കുക. ഇനി കുറച്ച് ഷിപ്പിനകത്തെ ഡീറ്റെയിൽസ് കാണാം. ഇതാണ് ഇൻഫർമേഷൻ സെൻറ്റർ, അതായത് ഈ ഒരു ഷിപ്പിലേക്കുള്ള എല്ലാവിധ അനൗൺസ്മെൻറ്റ്സും ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പുറത്ത് തന്നെ നമ്മുടെ എല്ലാവരുടെയും സേഫ്റ്റിക്കായിട്ട് പോലീസ് ഉണ്ട്, നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്. അപ്പോൾ എല്ലാവിധ ഫെസിലിറ്റീസും ഹോസ്പിറ്റലോട് കൂടിയിട്ടാണ് ഒരു ഷിപ്പ് പ്രവർത്തിച്ചു വരുന്നത്. ആൻഡ് ഞാൻ അവിടുത്തെ ഡോക്ടറോട് സംസാരിച്ചു. ഈ ഒരു ഷിപ്പിൽ ആർക്ക് എന്ത് എമർജൻസി വന്നാലും ഇവിടെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. നമ്മുടെ നോർമലി ഹോസ്പിറ്റലിലൊക്കെ ഒരു കാഷ്വാലിറ്റി വർക്ക് ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഇവിടെ വർക്ക് ചെയ്യുന്നത്. നോർമലി പെട്ടെന്ന് വേണ്ടി വരുന്ന ഇഞ്ചെക്ഷൻസ്, മെഡിസിൻസ് അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ മെയിൻ നേഴ്സ് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ വേറെയും അസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഹെൽപ്പിനുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഷിപ്പിൽ നമുക്ക് ജോബിന് കയറണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സാം ഉണ്ട്. അത് പാസ്സായാൽ മാത്രമേ ഇവിടെ ഡോക്ടർ, അതുപോലെ തന്നെ നേഴ്സ്, ഇങ്ങനെയുള്ള റോൾസിലേക്കൊക്കെ നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ഇൻഫോർമേഷൻ ക്യാബിനിൽ നിന്നായിരുന്നു കേട്ടോ ഈ ഒരു ഷിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഇൻഫോർമേഷൻസും പാസ്സാവുന്നത്. ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, ലഞ്ചിൻ്റെ ടൈമായി, റീച്ച് ആവാറാവുമ്പോൾ, അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഇവിടെ മൈക്കുണ്ട്. അതുവഴിയാണ് ഈ സാറ് അനൗൺസ് ചെയ്യുന്നത്. ആ ഒരു വോയിസ് നമ്മുടെ ആ ഒരു ഷിപ്പിലുള്ള എല്ലാ ലൊക്കേഷനിലേക്കും റീച്ച് ഔട്ട് ആവും. ഇതൊന്നും കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ പള്ളിയും ഈ ഒരു ഷിപ്പിൽ അവൈലബിൾ ആണ്. ആൻഡ് പുരുഷന്മാരുടെ ആ ഒരു പള്ളിയിലേക്ക് ഞാൻ കയറുന്നത് ശരിയല്ലാത്തതുകൊണ്ട് എനിക്ക് അവരൊക്കെയാണ് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടുത്തെ പെർമിഷനോട് കൂടിയിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഷിപ്പിൽ ഒരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്താൽ നമുക്ക് ഒട്ടും ബോറടിക്കില്ല. കാരണം അത്രയ്ക്കും കാര്യങ്ങൾ കാണാനും അറിയാനും പഠിക്കാനൊക്കെ ആയിട്ടുണ്ട്. ഇത് ഈ ഒരു ഷിപ്പിൻ്റെ സേഫ്റ്റി പ്ലാനാണ് കേട്ടോ. ഈ ഒരു ഷിപ്പിൻ്റെ ടോട്ടൽ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് എവിടെയാണ് എന്നുള്ളത് ടോട്ടൽ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആൻഡ് ഇവിടെ എസ്കുലേറ്റർ ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എമർജൻസി സിറ്റുവേഷൻസിൽ പേഷ്യൻസാണ് യൂസ് ചെയ്യുക. ഇത് ഈ ഒരു ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം, എത്തുന്ന ടൈം, ബോർഡിങ് ടൈം, അതുപോലെ തന്നെ എപ്പോഴാണ് ഇൻസ്പെക്ഷൻസ് വരിക, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് കേട്ടോ ഈ ഒരു ബോർഡിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതാണ് കേട്ടോ ഷിപ്പിലെ കിച്ചൺ. ടോട്ടൽ സ്റ്റാഫിൻ്റെയും പാസഞ്ചേഴ്സിൻ്റെയും ഒക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. നല്ല ഹൈജീനിക്കാണ്. ആൻഡ് ടോട്ടൽ 2 കിച്ചൺസാണ് ഈ ഒരു ഷിപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്.
അതുപോലെ തന്നെ ഈവനിങ് ടൈം ആകുമ്പോൾ നമുക്ക് ടീ ആൻഡ് കോഫി സ്നാക്സൊക്കെ അവൈലബിൾ ആണ്. അതൊരു 4 o'clock ആകുമ്പോൾ നമുക്ക് അനൗൺസ്മെൻറ്റ് വരും ടീ റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. സോ നമുക്ക് ഈ ഒരു ചെറിയൊരു ടീ ഷോപ്പ് പോലെയുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്നാക്സും ടീ ആൻഡ് കോഫിയൊക്കെ പർച്ചേസ് ചെയ്യാം. ഈ ചായ എന്ന് പറയുന്ന മെജോറിറ്റി എല്ലാവരുടെയും ഒരു വീക്ക്നെസ് ആയിരിക്കുമല്ലോ. സോ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസിലിരുന്ന് കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണല്ലേ. ഇവരൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ഷിപ്പിലെ കമ്പനി. ഇവൻ ഞാൻ താമസിച്ച സ്റ്റേയിലെ കെയർടേക്കർ ആയിരുന്നു. ആൻറ്റി അമ്മയും മോളെയും കണ്ടു. രണ്ടുപേരും ചേർന്ന് ലക്ഷദ്വീപ് കാണാൻ വന്നായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്തെ റൂമായിരുന്നു. അപ്പോൾ ഒരുമിച്ച് ഒരു ഷിപ്പിലാന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് കമ്പനിയായി. അപ്പോൾ ഇവരൊക്കെയാണ് എന്നെ വീഡിയോസ് എടുക്കാനും വ്ളോഗ് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത്. ഈ ആയിരുന്നു കേട്ടോ എനിക്ക് അകത്തൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ആൻഡ് ആളെനിക്ക് ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി കൊണ്ടുപോവാണ്. ആളുടെ ഏതോ ഫ്രണ്ട് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് അതുപോലെ തന്നെ ട്രെയിനിൽ തേർഡ് AC ഒക്കെ ഉള്ള പോലെയാണ് ഇവിടെ ഫസ്റ്റ് ക്ലാസ്. അതിൻ്റെയൊക്കെ ടിക്കറ്റ്സ് നേരത്തെ സെല്ലായി പോകും. മെജോറിറ്റി ലക്ഷദ്വീപിൽ സ്റ്റേ ചെയ്യുന്നവരാണ് ആ ടിക്കറ്റ്സൊക്കെ എടുക്കാറ്. ആൻഡ് അപ്പോൾ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് അവർ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് അവരെ തിങ്സൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അകത്ത് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ബോട്ട് ഡെക്കിൽ പോയിരിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല കാറ്റും ക്ലൈമറ്റൊക്കെ ആയിട്ട് ആൻഡ് നല്ല കമ്പനിയും കൂടി ഉണ്ടെങ്കിൽ ടൈം പോണത് അറിയില്ല. ഞാൻ നിമയുടെ അമ്മയൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി. സത്യം പറഞ്ഞാൽ അമ്മയായിട്ടായിരുന്നു കൂടുതൽ കമ്പനി. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമുക്ക് റേഞ്ചും നെറ്റ്വർക്കൊന്നും അവൈലബിൾ അല്ല. സോ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. നിങ്ങളിത് ഇപ്പോൾ കാണുന്നത് കോർഡേലിയ ക്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലക്ഷറി ഷിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 1 day സ്റ്റേ ചെയ്യാനായിട്ട് 50,000 എബോവ് ആണ് പ്രൈസ് വരുന്നത്. ആൻഡ് യെസ് ദാറ്റ് പെർഫെക്റ്റ് സൺസെറ്റ് ഐ ഹാവ് സീൻ ഇൻ മൈ എൻ്റയർ ലൈഫ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. സൂര്യൻ തേ നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ നീങ്ങി പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ആൻഡ് അതൊക്കെ കണ്ടു നമുക്ക് ഓൾമോസ്റ്റ് ഇറങ്ങേണ്ട ടൈമായി. അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു ട്രിപ്പിൻ്റെ ഫൈനൽ പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു 8:30 ആയിട്ടാണ് കൊച്ചി എത്താനായിട്ട്. ബിക്കോസ് ഷിപ്പ് വീണ്ടും ഡിലേ ആയിട്ടുണ്ടായിരുന്നു. എറണാകുളം വാർഫിലാണ് നമ്മൾ റീച്ച് ആയിട്ടുള്ളത്. മെജോറിറ്റി എല്ലാ ഷിപ്പും റീച്ച് ആവുക ഈ ഒരു ലൊക്കേഷനിലാണ്. ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷിപ്പിലെ ട്രാവലിങ്ങും ലക്ഷദ്വീപും ഫുഡും അവിടുത്തെ ആൾക്കാരെയൊക്കെ. അപ്പോൾ ഇനിയും ഒരുപാട് ട്രാവൽ ചെയ്യാനും അത് വീഡിയോസൊക്കെ ആയി വ്ളോഗൊക്കെ എന്നുള്ള കാണിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ പറ്റട്ടെ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.